നമുക്കിട്ടില്ല ഈ മലപ്പുറത്തിന്റെ ഒരു വൈബ് കറക്റ്റ് കിട്ടിക്കഴിഞ്ഞാലാണ് ഒരു സന്തോഷം കിട്ടുള്ളൂ. നമ്മൾ എപ്പോഴും എവിടെ പോകുമ്പോഴും മലപ്പുറം കോഴിക്കോട് ഈ രണ്ട് ജില്ലയെ കുറിച്ചിട്ട് ഏറ്റവും കൂടുതൽ പറയാം. കോഴിക്കോടിന്റെ ഒരു വൈബ്, മലപ്പുറത്തിന്റെ ഒരു വൈബ്. ഇവിടെ വന്നോട്ട് പറയുന്നതല്ല, നമ്മൾ എവിടെ പോയാലും ഇന്റർവ്യൂസിലൊക്കെ നമ്മൾ നേരത്തെ നമ്മളുണ്ടല്ലോ, നമ്മൾ പല നാടുകളിൽ പോയിട്ട് നമ്മൾ ഏറ്റവും കൂടുതൽ സ്നേഹമുള്ള മനുഷ്യരെ എന്റെ പൊന്നി എന്നാണ് വിളിക്കുക. നമുക്കിപ്പോ ഏറ്റവും കൂടുതൽ വിലയുള്ളത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് പൊന്നെന്നാണ്. പക്ഷെ ലോകത്ത് പൊന്നിന് ഒരു നാടുണ്ടെങ്കിൽ ആ നാടിന്റെ പേരാണ് കൊടുവള്ളി. നമ്മളിപ്പോ നിൽക്കുന്നത് അത് കോഴിക്കോട്ടുകാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ്. അതിന്റെ കൈയ്യടിയുണ്ട്. ഈ കോഴിക്കോടിനെ കുറിച്ചും കൊടുവള്ളിയെ കുറിച്ചും പറയുമ്പോൾ മലപ്പുറത്തിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. ഞാൻ ആദ്യം പറഞ്ഞു മലപ്പുറത്തിന്റെ കോഴിക്കോടിന്റെ മലപ്പുറത്തുകാരുടെ ഒരു നന്മ അല്ലെങ്കിൽ സ്നേഹം എന്നൊക്കെ പറയുന്നത് കോഴിക്കോട് ഇന്റർനാഷണൽ എയർപോർട്ട് ഇരിക്കുന്ന മലപ്പുറത്താണ്. അതെ. പക്ഷേ ഒരാളും ഇപ്പൊ നമ്മൾ തിരുവനന്തപുരത്തോ കൊല്ലത്തോ പോയി, തിരുവനന്തപുരത്തിന്റെ എയർപോർട്ട് കൊല്ലത്താണ്ടിരുന്നെങ്കിൽ കൊല്ലത്തുകാർ പറയുന്നത് കൊല്ലത്തിന്റെ എയർപോർട്ടാണ്. പക്ഷെ കോഴിക്കോടുകാര് സ്നേഹമുള്ള നാട്ടുകാർ, മലപ്പുറത്തുകാർ സ്നേഹമുള്ള ആൾക്കാരാണ്. അവർക്ക് ഏറ്റവും സന്തോഷം വരുമ്പോൾ പോലും പോകുന്നത് കോഴിക്കോടേക്കാണ്, അല്ലേ? നല്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പൊ ഈ മലപ്പുറം ഒരു പാരസ്പര്യമുള്ള നാടാണ്. അതെ. അപ്പൊ മലപ്പുറം കോഴിക്കോട് എന്ന് പറയുന്നത് അത് ഏതോ തൃശ്ശൂരുകാരനാട്ടോ. അപ്പൊ ഈ രണ്ട് നാടുകൾ, ഈ രണ്ട് നാട് മാത്രം. അത് കണ്ണൂരുകാരനാണോ? അത് കണ്ണൂരുകാരനാണോ? ഓക്കെ. എന്നാലും ഈ രണ്ട് നാടുകളോട് നമുക്കൊരു എന്താ പറയാ, നമുക്കൊരു കടപ്പാടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കും മാത്തൂനും ഹിബിക്കും ഒക്കെ ഏറ്റവും കൂടുതൽ പ്രോഗ്രാം ഈ നാട്ടിലാണ് വരുന്നത്. ഞാൻ ഓരോ പ്രോഗ്രാമിനും ട്രിവാൻഡ്രത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരും, മാത്തുക്കുട്ടി എറണാകുളത്ത് നിന്ന് ഇങ്ങോട്ടേക്ക് വരും. അപ്പൊ നമുക്ക് രണ്ടുപേർക്കും ഏറ്റവും കൂടുതൽ പ്രോഗ്രാം തരുന്ന നാടാണ്, നമ്മുടെ അന്നദാതാക്കളും കൂടിയാണ്. കാരണം ഇവിടെ വരുമ്പോഴത്തേക്ക് എന്തായാലും ഫുഡ് ഉണ്ടാവുമല്ലോ. കോഴിക്കോട് വന്നാലും മലബാർ വന്നാലും നല്ല ഫുഡ് ഉണ്ടാവുന്ന നാടാണ്. അപ്പോൾ ഈ രണ്ട് നാട്ടുകാരോടും മലപ്പുറക്കാരോടും മലബാറുകാരോടും പ്രത്യേകിച്ച് നമുക്കുള്ള സ്നേഹം അറിയിക്കുന്നു. ആദ്യം തന്നെ ദിവ്യ, നീ എന്താ വേറെ ജില്ലയിൽ വന്ന ആളാണ്, ഇത് മലപ്പുറക്കാരിയാട്ടോ. കൈയടി കൊടുക്കും, പെരിന്തൽമണ്ണക്കാരിയാ. ഈ ഗിബിയെ നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായില്ലെങ്കിൽ ഞാൻ ഗിബിയെ പറ്റി ഒരു കാര്യം കൂടെ പറയാം. ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലിൽ നമ്മൾ കേൾക്കുന്ന ശബ്ദം ഗിബിയുടെ ശബ്ദമാണ്. പ്രോഗ്രാംസ് അല്ലാതെ അതിന്റെ അനൗൺസ്മെന്റ് എങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾക്ക് മനസ്സിലാവില്ല. ഇത് രസം എന്നറിയോ, അവർക്ക് ഇപ്പോഴും ഭയങ്കര ഒരു പ്രശ്നമുണ്ട്. ഈ ഗിബിയെ ഇതൊരു അവതാരികയായിട്ട് അവതരിപ്പിക്കാൻ പറ്റുന്നില്ലല്ലോ, ഈ ശബ്ദത്തെ മാത്രമാണല്ലോ അവതരിപ്പിക്കാൻ കഴിയുന്നുള്ളത്. അപ്പൊ ഈ ശബ്ദത്തെയും രൂപത്തെയും ഒരുമിച്ച് കാണാനായിട്ട് ഭാഗ്യമുള്ളവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നേരിട്ട് കണ്ട മനുഷ്യർ മാത്രമാണ്. അപ്പൊ അതുകൊണ്ട് ആ ഭാഗ്യം നമ്മുടെ ഇപ്പൊ കൊടുവള്ളിക്കാർക്ക് കിട്ടാൻ പോവാണ്. ഗിബിയെ നമുക്കൊന്ന് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട്. സൗണ്ട് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും, എല്ലാ സിനിമയുടെ അനൗൺസ്മെന്റ്, എല്ലാ സീരിയലിന്റെ അനൗൺസ്മെന്റ്, പരസ്യത്തിന്റെ വരെ അനൗൺസ്മെന്റ് കൊടുക്കുന്ന ആളിതാണ്. ഞാൻ ആ ശബ്ദത്തെ കേൾപ്പി, ആ സൗണ്ട് ഒന്ന് കേൾപ്പിച്ചു കൊടുത്തേ അവർക്ക്. ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ് എന്ന ടാഗ്ലൈനോട് കൂടിയെത്തിയ യുവത്വത്തിന്റെ കുസൃതി കഥ വാഴ നാളെ രാവിലെ 9 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ മറക്കാതെ കാണുക. The complete actor മോഹൻലാൽ സ്റ്റീഫൻ നെടുമ്പള്ളിയായി നിറഞ്ഞാടിയ ആക്ഷൻ ഡ്രാമ മൂവി ലൂസിഫർ നാളെ രാവിലെ 9 മണിക്ക് നമ്മുടെ ഏഷ്യാനെറ്റിൽ. താങ്ക് യു. ഇതാണ് ഗിബിയ. പിന്നെ ഗിബിയ പാട്ടുകാരിയും കൂടെ ആയിരുന്നു. ആദ്യം പാട്ടുകാരിയായിട്ടാണ് സ്റ്റേജിൽ വന്നു തുടങ്ങിയത്. ഇപ്പോ ശരിക്കും പാട്ട് പാടാനുള്ള സമയമോ പാട്ട് പഠിക്കാനുള്ള സമയമോ ഇല്ല. എന്നാലും ഒരു 4 വരി പാടും അവർക്ക് വേണ്ടിയിട്ട്. 4 വരി. കുട്ടികളുടെ ചിൽഡ്രൻസ് ഡേ, ഹാപ്പി ചിൽഡ്രൻസ് ഡേ. മാക്കു രണ്ടുപേരും കുട്ടികളാണ്. 10-45 വയസ്സായി കഴിഞ്ഞാലും ഇതാരാണ്? കലേഷേട്ടൻ ഉണ്ടല്ലോ, കൊച്ചു കുട്ടിയുടെ മനസ്സാണ്. അറിയോ? അതെ, നീ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് തീയിട്ട് കൊല്ലാൻ നോക്കിയതാണ്. ഓക്കെ. അപ്പൊ ഇന്ന് ചിൽഡ്രൻസ് ഡേ, എല്ലാവർക്കും ചിൽഡ്രൻസ് ഡേ വിഷസ്. ചെക്ക് ചെയ്ത് നോക്കണോ? ചെക്ക് ചെയ്ത് നോക്കി, നമ്മൾ ഒന്ന് ബാക്കി ചെക്ക് ചെയ്ത് നോക്കിക്കോ. ചെക്ക് ചെയ്തോ. പൊളിക്കണം, ഇവിടെ തകർക്കണം, തീയും പുകയൊക്കെ വരട്ടെ. കല്ലു, ഇപ്പൊ എന്നെ 4 രോമം കരിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ബാക്കിലേക്ക് നിൽക്കാന്ന് പറഞ്ഞു. അല്ല, ഗിബിയുടെ പാട്ട് വന്നില്ല. ചിൽഡ്രൻസ് ഡേ ആണെന്ന് പറഞ്ഞിട്ട് പാട്ട് മുക്കിക്കളഞ്ഞു. കുട്ടികൾക്ക് വേണ്ടി ഒരു ഫ്യൂ ലൈൻസ്. ചിങ്കിരി മുത്തല്ലേ എന്റെ ചിത്തിര കുഞ്ഞല്ലേ, കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, എന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം കളിയാടാമേ, കിളിമരത്തണലോരം കളിയാടാമേ, കിളിമരത്തണലോരം കണ്ണാം തുമ്പി പോരാമോ എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാറില്ലല്ലോ എന്നുള്ളിൽ പൂക്കാലം.
അപ്പൊ പാട്ടുകാരിയാണ്, അനൗൺസറാണ്, ഇപ്പൊ ദാ നമ്മുടെ കൂടെ അവതാരകയുടെ വേഷത്തിലാണ് നിൽക്കുന്നത്. നമുക്ക് എത്ര പ്രോഗ്രാം നമ്മൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ടെന്ന് ഒരു പിടിയില്ല കേട്ടോ.